വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. വണ്ടൂർ കാപ്പിലിൽ നടന്ന ആക്രമണത്തിന് തുടക്കം കുറിച്ചത് CPM-കാരാണെന്ന് കോൺഗ്രസ് നേതൃത്വം. 2006 ജനുവരി 13 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനോടനുബന്ധിച്ച് CPM നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെയുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് കാപ്പിൽ പ്രദേശത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രദേശവാസികൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് CPM ഉണ്ടാക്കിയതെന്നും കോൺഗ്രസ് പ്രവർത്തകരെ MDMA ഉപയോഗിക്കുന്നവരായി ചിത്രീകരിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായാൽ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് CPM നേതൃത്വം ധരിക്കേണ്ട എന്നും ഇവർ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസമായി കാപ്പിലുള്ള ഒരു ആഹ്ലാദ പ്രകടനത്തിലെ അടിപിടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെയും UDF-നെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പുതിയ ഒരു അടി എന്നുള്ള രീതിയിൽ CPM പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ കാപ്പിലെ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് ജനുവരി 13 റിസൾട്ട് വന്നപ്പോൾ CPM-ന്റെ കയ്യിലുണ്ടായിരുന്ന വാർഡ് അവർക്ക് തന്നെ ലഭിക്കുകയും അവർ ആഹ്ലാദ പ്രകടനം അതിൻ്റെ ഭാഗമായി ആഹ്ലാദ പ്രകടനം നടത്തിയപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവിടെ നിന്നപ്പോൾ അവരെ അടിക്കുകയും ആ രീതിയിൽ വളരെ അക്രമാസക്തമായ രീതിയിൽ പ്രകടനത്തിനിടയിലുണ്ടായ ഒരു സംഭവമാണ് കാപ്പിലെ വിഷയത്തിന് തുടക്കം. കാപ്പിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെ സമാധാനപരമായി മുന്നോട്ട് പോയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവിടെ അതിന് മാറ്റം വരുത്തിക്കൊണ്ട് പഞ്ചായത്ത് ഇലക്ഷനിലെ ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് CPM ഉണ്ടാക്കിയ ഒരു പ്രശ്നത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന അടിപിടിയുടെയും തുടർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനെയും UDF-നെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കേരളം ഭരിക്കുന്ന UDF സർക്കാരിന്റെ ഭരണപരമായ ഉപയോഗിച്ചുകൊണ്ട് CPM-നെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ഈ പ്രശ്നം അവരുടെ ഭരണത്തിന്റെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ അടിക്കുകയും നമ്മളെ പ്രവർത്തനം ഒരു കാരണമില്ലാതെ അവർക്ക് സത്യത്തിൽ 7 വോട്ടിനാണ് കോൺഗ്രസും CPM-ഉം തമ്മിൽ അവിടെ വ്യത്യാസം ഉണ്ടായിരുന്നത്. ഏതാനും ചില CPM മേഖലകൾ 170ഓളം വോട്ട് അവർക്ക് ഭൂരിപക്ഷം കിട്ടുന്ന മേഖല കാപ്പിലെ 24-ാം വാർഡിലേക്ക് ചേർത്ത് അവർ നല്ലൊരു മേൽക്കോയ്മ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയും എന്നാൽ 100ഓളം വോട്ടിനാണ് 1-ാം വാർഡും 24-ാം വാർഡും അവിടെ CPM-ന് വിജയിക്കാൻ സാധിച്ചത്. അപ്പൊ സത്യത്തിൽ CPM-ന്റെ പ്രവർത്തകർ അവിടെ കൊഴിഞ്ഞു പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ്സുകാരെ UDF-കാരെ അവിടെ അവരുടെ വരുതിയിൽ നിർത്തുന്നതിന് വേണ്ടിയുള്ള അക്രമമാണ് അവർ അഴിച്ചുവിട്ടിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പൊ നടന്നിട്ടുള്ള എല്ലാ അടികളും. കഴിഞ്ഞ പെരുന്നാൾ ചെറിയ പെരുന്നാളിന് കാപ്പില് പോലീസ് കാവലായിരുന്നു. കാരണം എന്താ, ഈ അടിപിടിയുമായി ബന്ധപ്പെട്ടതിന്റെ തുടർച്ച അടി നടന്നപ്പോൾ അവിടെ പോലീസ് കാവല് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ നിരപരാധികളായ അവിടുത്തെ പ്രദേശവാസികൾക്ക് പോലും കൃത്യമായി ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥക്ക് തുടക്കം കുറിച്ചത് CPM-ആണ്. അവരങ്ങനെ തുടക്കം കുറിച്ച ആ അവസ്ഥ കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ ഒരു പുതിയ ഇന്നലെ മിഞ്ഞാന്ന് നടന്ന അവരുടെ കാപ്പിൽ വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അത് നമ്മുടെ MLA-യുടെ സ്വീകരണവുമായി ബന്ധപ്പെട്ട ബോർഡുകളൊക്കെ അടിച്ച് തകർത്തു. ഞങ്ങളും അവിടെ ഒരു പ്രകടനം നടത്തി. അതിനുശേഷം വളരെ കരുതിക്കൂട്ടി ആസൂത്രിതമായി കാപ്പിലും ഒരു പ്രകടനം നടത്തുകയും അതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ പ്രവർത്തകർ നേതാക്കളായ കാപ്പിലെ നേതാക്കൾ MDMA-യും മറ്റും പ്രവർത്തകർക്ക് നൽകിക്കൊണ്ട്
ആണ് ഇങ്ങനെയുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് എന്ന ഒരു പുതിയ വാദവുമായിട്ടാണ് CPM ഇപ്പൊ രംഗത്ത് വന്നത്. പഴയ അടിയൊക്കെ അവർ മറന്നു. സത്യത്തിൽ തുടക്കം കുറിച്ച അടിയൊക്കെ അവർ മറന്ന് ഇപ്പൊ പുതിയ ഒരു സംവിധാനം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ MDMA-യുമായി ഞങ്ങളെ നേതാക്കന്മാരെ ശരിക്കൊരു പ്രതിയെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അടിയുണ്ടായ നമ്മളെ ഒരാളെ പ്രതിയാക്കി കൊണ്ടുവന്ന് സ്റ്റേഷനിൽ വന്ന് വൈദ്യപരിശോധന നടത്തി കൃത്യമായിട്ടാണ് അദ്ദേഹത്തെ അവിടെ ഹാജരാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു കുറ്റമുണ്ടെങ്കിൽ അത് അവിടെ തെളിയപ്പെടും. അപ്പൊ എന്തായാലും അങ്ങനെ ഇല്ലാത്ത കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ട് പ്രവർത്തകരെ നിർവീര്യമാക്കുന്ന രീതിയിൽ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പക്ഷത്ത് നിന്നും പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രകോപനപരമായ ഒരു രീതിയാണ് അവർ സ്വീകരിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും അങ്ങനെ പ്രകോപനപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഒരു നാടിലെ സമാധാനം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക, അടിയും പിടിയൊക്കെ 2 ദിവസമോ 4 ദിവസമോ കഴിയുമ്പോൾ തീരും. പക്ഷെ നാട്ടുകാരും ജനങ്ങളും അവിടെയുള്ള പ്രദേശവാസികളും പ്രവർത്തകരും UDF LDF എന്ന് വ്യത്യാസമില്ലാതെ ഒരു രാജ്യത്തിന്റെ ഒരു ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അതിന് വിഘാതം നിൽക്കരുത് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതല്ല, മറിച്ച് ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അക്രമത്തിന്റെ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്മളുടെ പ്രവർത്തകർ തന്നെ കൃത്യമായി അതിനെ നേരിടും. അതില്ല ഞങ്ങളുടെ സഹായം വേണമെങ്കിൽ ഞങ്ങളും അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകും. സത്യത്തിൽ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. നല്ല രീതിയിൽ ആ നാടിൻ്റെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും ആ നാടിൻ്റെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇത്തരം പ്രവണതകളും വെല്ലുവിളികളും അവസാനിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ നാടിൻ്റെ ഒത്തൊരുമക്കും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും നന്നാവുക. അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ രീതിയിൽ ഞങ്ങൾക്ക് തിരിച്ചടിക്കേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയിക്കാൻ. PT ജബീബ് സുക്കീർ, സലാം ഏമങ്ങാട്, മുരളിക്കാപ്പിൽ, PT മൂസ, അഷ്റഫ് പാറശ്ശേരി, KT ഷംസുദ്ദീൻ, ഷെരീഫ് തുറക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.